അതെ, നമ്മൾ ഈ ചിരവവള്ളി ഇങ്ങനെ വന്നിട്ടില്ലേ, ഈ ചിരവവള്ളി നമ്മുടെ മുകളിലേക്ക് വലയമ്മിലേക്ക് വന്ന് മുട്ടിയിട്ടേ ഉള്ളൂ കണ്ട. അപ്പോൾ നമ്മളിതേ ചിരവവള്ളി ഇതേ നമ്മളിങ്ങനെ മുകളിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു പാകമായിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കടക്കിൽ ഇങ്ങനെ ഓരോ തണ്ടുകൾ ശ്രദ്ധിക്കുക. തണ്ടുകൾ ശ്രദ്ധിക്കുമ്പോൾ നോക്കി നിങ്ങൾ, ഇതിൻ്റെ കടക്കിൽ തന്നെ കായ വന്നിട്ടുണ്ടായിക്കണുണ്ടാ, കടക്കിൽ തന്നെ കായ ഉണ്ടായിട്ടുണ്ട്. ആ ചിലപ്പ് നമ്മളിതേ പൊട്ടിച്ചെടുക്കണം, ഇതേപോലെ പൊട്ടിച്ചെടുക്കണം കണ്ട. ഇതിന് നമ്മളൊരു ദൈവം വിചാരിക്കരുത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കായ ഉണ്ടായി കഴിഞ്ഞാൽ ഈ മുകളിലേക്കുള്ള വളർച്ച അവിടെ നിൽക്കും. അപ്പോൾ ഒരു കാരണവശാലും ഇങ്ങനെ ഉണ്ടാകുന്ന സാധനങ്ങൾ നമ്മളത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനത്തെ വരുന്ന സാധനങ്ങളൊക്കെ നമ്മളത് കട്ട് ചെയ്തതിൽ കളയുന്നത് വേണം. കത്തി ഉണ്ടെങ്കിൽ സൗകര്യമായി, കൈകളിൽ നഖമുണ്ടെങ്കിൽ നഖത്തോണ്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ തന്നെ പോരും. ഇത് നിർത്തരുത്. ഇനി ഇങ്ങോട്ട് നോക്കി നിങ്ങൾ, ഇത് നമ്മുടെ മെയിൻ തണ്ട് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒക്കെ തണ്ട് കയറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ മെയിൻ തണ്ട് മുൻപ് ഇത്രയും പോകുന്നൊരു വലിയൊരു വള്ളി വന്നിരിക്കുകയാണ്. അത് ഇങ്ങോട്ട് നോക്കിയാൽ, അത് ഞാനിതിവിടെ വെച്ച് കട്ട് ചെയ്തു കണ്ട. ഇത്രയും വലിയൊരു തണ്ടാണ്. അത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് വരേണ്ടത് ഫസ്റ്റ് മുകളിലേക്ക് കയറി ഇതുവരെ എത്തി കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ചനപ്പുകൾ മാത്രം നിർത്തിയാൽ മതി. ഇത് ഒറ്റ വള്ളിയായിട്ട് നിർത്തിയാൽ മതി. അല്ലെങ്കിൽ ഇവിടുന്ന് ചനപ്പ് വന്ന് ഇതുമ്പോൾ മാത്രമായിട്ട് ഇങ്ങനെ ഒരു ഉണ്ട പോലെ വന്ന് നിൽക്കും. നമുക്ക് പടർച്ച കുറയും. ഇത് ഹൈബ്രിഡ് ആയതുകൊണ്ട് ഇന്ന് നന്നായി ഉണ്ടായിക്കോളും. ഭക്ഷണം അതിനനുസരിച്ച് കൊടുത്താൽ മതി. ഓക്കെ.